കവളങ്ങാട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ രൂക്ഷമായിരിക്കുന്ന വന്യമൃഗശല്യത്തിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗം തീരുമാനിച്ചു. പെരിയാർ അതിർത്തിയിലെ വന്യജീവികളുടെ സഞ്ചാരം നിരീക്ഷിക്കുന്നതിനായി ബോട്ട് വാങ്ങാൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ആരംഭിച്ചിട്ടുള്ള ഫെൻസിംഗ് സ്ഥാപിക്കുന്ന ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കാനും നടപടി സ്വീകരിക്കും. കവളങ്ങാട് പഞ്ചായത്തിൽ പല പ്രദേശങ്ങളിലും ആന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചത്. ഷിബു തെക്കുംപുറം MLA അധ്യക്ഷത വഹിച്ചു. പെരിയാർ കടന്നുവരുന്ന ആനകളാണ് പഞ്ചായത്തിൽ പ്രധാനമായും നാശം വിതയ്ക്കുന്നത്. ആനകൾ പെരിയാർ കടന്നെത്തുന്നത് തടയാൻ പെരിയാറിലൂടെ ബോട്ടിൽ നിരീക്ഷണം ഏർപ്പെടുത്താനും ഇതിനായി പുതിയ ബോട്ട് വാങ്ങാനും യോഗം തീരുമാനിച്ചു. ഭൂതത്താൻകെട്ട് മുതൽ നേര്യമംഗലം വരെയുള്ള 18 കിലോമീറ്ററിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കും. നീണ്ടപാറയിലും ഫെൻസിംഗ് നിർമ്മാണം പൂർത്തീകരിക്കും. ഈ 18 കിലോമീറ്റർ പൂർത്തിയാക്കി കഴിഞ്ഞാൽ കീരമ്പാറ പഞ്ചായത്തിൻ്റെയും കവളങ്ങാട് പഞ്ചായത്തിൻ്റെയും പ്രശ്നങ്ങൾക്ക് വലിയ പരിഹാരം കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയും. അടുത്തത് നമ്മുടെ നീണ്ടപാറ മേഖലയിലേക്കുള്ള നമ്മുടെ പ്രശ്നമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് 7.5 കിലോമീറ്റർ പൂർത്തിയാക്കാനായിട്ട് കഴിയും. ബാക്കി 2.5 കിലോമീറ്റർ കൂടെ അതും കൂടി നമുക്ക് അടിയന്തരമായി പൂർത്തിയാക്കണം. ഫ്രാങ്കോ ആ കാര്യത്തിൽ നമുക്ക് വലിയ തീരുമാനമെടുത്ത് പോയില്ലെങ്കിൽ 2.5 കിലോമീറ്ററും പ്രശ്നമാണ്. പ്രത്യേകിച്ച് പെരിയാർ കടന്നു വരുന്ന ആനകളാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ വനഭൂമിയിലെ മരങ്ങൾ മുറിക്കുന്നതിനുള്ള തടസ്സം നീക്കും. പഞ്ചായത്തിലെ വിവിധ റോഡുകളിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് കമ്പനികളുടെ CSR ഫണ്ട് കണ്ടെത്തുമെന്ന് MLA അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ DFO സൂരജ് ബെൻ, തഹസിൽദാർ സതീശൻ, ജോബി ജേക്കബ്, ജോമി തെക്കേക്കര, സൗമ്യ ശശി, PM സിദ്ദിഖ്, പ്രിയങ്ക ടോമി, മേഘ ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു. രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, നമുക്ക് അതിനെ ഓടിക്കാൻ പറ്റണം. രണ്ട്, അവിടെ തിരിച്ച് കയറാതിരിക്കാനുള്ള സൊല്യൂഷൻ. ഈ കയറാതിരിക്കാനുള്ള സൊല്യൂഷൻ RKVയിൽ നമുക്ക് 18 കിലോമീറ്റർ ഫെൻസ് നമ്മൾ ടെൻഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഫണ്ട് വന്നാലേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന് നമുക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു വളരെ സ്ട്രിക്റ്റ് ആയിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് റോജി മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ നടന്ന മീറ്റിംഗിൽ വെച്ച് MLA ഉന്നയിക്കുകയും ആ ഫണ്ട് ഈ അടുത്ത ദിവസത്തിൽ തന്നെ തരാമെന്ന് പറഞ്ഞത്. അവർ 3 ദിവസം പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ വന്ന ഉടനെ നമുക്ക് ആ ഫണ്ട് വന്ന ഉടനെ എഗ്രിമെന്റ് വെച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. 2 കോൺട്രാക്ടർമാർ റെഡിയാണ്. 15+3 18 കിലോമീറ്റർ ഇന്ന് നേര്യമംഗലം ഫാം വരെ അത് കവർ ചെയ്തു. അതിനുവേണ്ടിയുള്ള ഗ്രൗണ്ട് വർക്കാണ് ഇപ്പോൾ കറന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. GTV ന്യൂസ്, കോതമംഗലം.